കുടിച്ചും വലിച്ചും ഇങ്ങനെ ജോളിയായിട്ട് നടക്കുമ്പോ നല്ല രസാ. അതൊരു ശീലാക്കി ആരുടെ ഉപദേശം കേൾക്കാൻ തോന്നിയ പോലെ ജീവിക്കണവർക്ക് പടച്ചോൻ കനിഞ്ഞു നൽകണ ചില ശിക്ഷയുണ്ട്. അത് താങ്ങാൻ കഴിയൂല ദാസ. എത്രയോ സ്റ്റേജില് പാടി നടന്ന ആളാ ഞമ്മള്. ഞമ്മളെ ഒരു അരുക്കാക്കിയില്ലേ പടച്ച റബ്ബ്. വേദന കടിച്ചമർത്തി ജീവിക്കാ ഞമ്മള്. അറിയോ, 4-5 കൊല്ലായി സ്റ്റേജിൽ പാടിയിട്ട്. പാടണം, ഇനിയും പാടണം. കൊതി തീർന്നിട്ടില്ല ദാസ. ഞമ്മക്ക് ആ പണിയില്ലേ അറിയുള്ളൂ. ഈ ശബ്ദം പറഞ്ഞ സ്ഥലത്ത് തന്നെയാ പടച്ചും പണി തന്നത്. കുത്തിയെടുത്തേക്കണ്. റിസൾട്ട് വന്നാലും ഇല്ലെങ്കിലും നമ്മളെ കാര്യം പോക്കാ മോനെ, പോക്കാ. ഒരു പാട്ടു പാടാമോ, ഒരു ശീല് മൂളാമോ? ഇവളുടെ അച്ഛനാ. ആ ഡോക്ടർ, എനിക്കിടയ്ക്ക് ഈ ഭാഗത്തൊരു നീറ്റൽ വരും, എരിവ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച്. ഞാൻ അത്ര കാര്യമാക്കാറില്ല. ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇത്തരം ക്യാമ്പുകൾ നിങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണം. ഹാൻസും നാവിനടി തിരികുന്ന പോയിസനുമെല്ലാം ഇന്ന് മിക്കവരുടെയും ഒരു ഹരമായി മാറിയിരിക്കുകയാണല്ലോ. അങ്ങനെ വല്ലതും? ഏയ്, സ്മോക്കിംഗ് ഉണ്ട്. നമുക്കൊരു ബയോപ്സി ചെയ്യണം. ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് സാമ്പിൾ ടെസ്റ്റിന് അയച്ച് എത്രയും പെട്ടെന്ന് റിസൾട്ട് ഈ ക്യാമ്പിൽ എത്തിക്കാൻ കഴിയും. ഞാൻ ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ പോയിക്കോ. ഇവിടെ ഇത്തിരി വൈകുമെന്നാ തോന്നുന്നേ. ദേവേടത്തി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാനങ്ങ് എത്തിക്കോളാം. ശരി, വാ മോളെ. അച്ഛൻ വേഗം വരണേ. വാ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ആയല്ലേ. മോളെ കാണിക്കാനാ ചെന്നത്. ഞാൻ അതിനിടയ്ക്ക് എന്റെ ഒരു പ്രശ്നം എടുത്തിട്ടു. ഇനിയിപ്പോ 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരും. അതിനിടയ്ക്ക് നാളെ തന്നെ ക്യാമ്പിൽ ചെന്ന് ഡോക്ടർ പ്രസാദിനെ കാണണമെന്ന് പറഞ്ഞു. അതിനാ അറിയില്ല. നമ്മുടെ സെയ്താലിക്കാക്ക് വായിൽ ക്യാൻസർ ആണെന്ന് കേട്ടു. സെയ്താലിക്കയോ? ഏത് സെയ്താലിക്ക? ക്ലബിലെ സെയ്താലിക്കോ? ഞാൻ ഇന്ന് ക്യാമ്പിൽ കണ്ടല്ലേ. ക്യാൻസർ ആണെന്ന് ആരാ പറഞ്ഞു? വാസൂട്ടി, ഓൻ അവിടെ തന്നെയാണല്ലോ. ടെസ്റ്റിന് അയച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന്. ഈ ഗ്രാമത്തിൽ ആർക്കൊക്കെയാണ് ക്യാൻസർ ഉള്ളത് എന്നുള്ളതിന്റെ കണക്കെടുപ്പാണ് നടക്കുന്നത്. ആകെ 8 പേരുടേതാ ടെസ്റ്റിന് അയച്ചിരിക്കുന്നത്. അതില് ദാസപ്പച്ചേട്ടന്റെ സാമ്പിളും അയച്ചിട്ടുണ്ടെന്ന് വാസുട്ടി പറഞ്ഞു. എല്ലാ ലിസ്റ്റും അവന്റെ അടുത്തുണ്ട്. പിന്നെ ദാസേട്ടനോട് നാളെ തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വാസുട്ടി. A clear-cut case of oral cancer. വായ്ക്കുള്ളിലാണ് അർബുദം. പുകയില, മറ്റ് മയക്കുമരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം മൂലം കാലക്രമേണ സംഭവിക്കാവുന്ന അതിദാരുണമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഞരമ്പിനെ വരെ അഫക്ട് ചെയ്തിട്ടുണ്ട്. മുഖത്തിന്റെ ഒരു ഭാഗം തന്നെ മുറിച്ചു മാറ്റേണ്ടി വരും.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തയ്യിൽ മൂസാക്കുട്ടി ഹാജിയുടെ മകൻ സെയ്ദ് അലവി മരണപ്പെട്ട വിവരം വ്യസന സമേതം അറിയിക്കുന്നു. ഇതെന്തു പറ്റി? ഇന്നലെ ഒരുപാട് കുടിച്ചു വന്നതിന് ഞാൻ വഴക്കു പറഞ്ഞോണ്ടാണോ? ഇത് കുടിക്കേ. ഇനി ഒന്നും ആലോചിക്കാനില്ല. വിസയുടെ കാലാവധി കഴിയും മുമ്പ് ഇവിടുന്ന് പോണം. ദാസേട്ടൻ പോയേ പറ്റൂ. നമുക്ക് വേണ്ടിയല്ലേ? നമ്മുടെ കുഞ്ഞിന് നാളേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം. എവരിതിങ് ഓക്കെ? ഡോക്ടർ, ആ ദാസം വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, കമോൺ. ഗുഡ് മോർണിംഗ് സർ. മിസ്റ്റർ ദാസൻ, പുകവലി നിർത്താനുള്ള വല്ല പരിപാടിയുണ്ടോ മനസ്സില്? കുറേശ്ശെ അങ്ങനെ ഒരു നിർത്തലില്ല. നിർത്തുന്നെങ്കിൽ ഒറ്റയടിക്ക് നിർത്താൻ കഴിയണം. പേടിക്കാനൊന്നുമില്ല മിസ്റ്റർ ദാസൻ. വായ്ക്കുള്ളിലെ മോണയുടെ തൊലിപ്പുറത്ത് ഒരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. അതിന്റെ ഒരു സെക്ഷൻ എടുത്ത് അയച്ചിട്ടുണ്ടല്ലോ. ടെസ്റ്റ് കഴിഞ്ഞ് റിപ്പോർട്ട് നാളെ തന്നെ കിട്ടും. ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്നേ ഉള്ളൂ. സെയ്താലിക്കായിട്ട് റിപ്പോർട്ട് വന്നു. ക്യാൻസറാ, കൺഫേം ചെയ്തു. പക്ഷെ അതിനു മുമ്പ് തന്നെ സെയ്താലിക്ക പോയി. ടെസ്റ്റിന് അയച്ച റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള പേടിയായിരുന്നു മൂപ്പർക്ക്. സമയായി, അത്ര തന്നെ. ഡോക്ടർ കണ്ടോ? ഇവനെന്താടാ ഇങ്ങനെ? ഒന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. റിപ്പോർട്ട് വരട്ടെ.